ഹലോ. ഹലോ, ഡസ്റ്റിൻ ബ്രദറെ. പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ്. ഡസ്റ്റിൻ ബ്രദർ, ഞാനേ കഴിഞ്ഞ ദിവസം ഇവിടെ കീർത്തി മില്ലിൽ ഡസ്റ്റിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? മറ്റേ അന്നത്തെ ആ മീറ്റിങ്ങിന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. പേര് ഞാനവിടെ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറെ കാലമായിട്ട് പോയിട്ടിരുന്ന കുറെ നാളായിട്ട് പോകുന്നുണ്ട്. ഇവിടെ കത്തോലിക്ക പള്ളിയിൽ തന്നെ യോർദാനപുരം കത്തോലിക്ക യോർദാനപുരത്താണ് എൻ്റെ വീട്. അപ്പൊ ബ്രദർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾക്ക് എനിക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ എനിക്കത് ശരിയാണെന്നുള്ളൊരു ഇതുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്കൊരു വ്യക്തത വേണമായിരുന്നു. ചില കാര്യങ്ങളിലെ അന്ത്യത്താഴത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിലെ. അപ്പൊ ഞാനത് പിന്നീട് പോളിയേട്ടനോട് ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ ഡസ്റ്റിൻ ബ്രദർ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞപ്പോ അന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വീണ്ടും വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. 4-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം. കാരണം വെച്ചാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ അവിടെ വന്ന കുറച്ച് ആൾക്കാർക്ക് ഈ സത്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുള്ളൊരു ആഗ്രഹമുണ്ടേ. അതിനകത്ത് കുറച്ച് പേർക്ക് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളിപ്പോ പോളിയേട്ടനെ തന്നെയാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങള് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മളപ്പോഴും ചിന്തിക്കുന്നതേ. അപ്പൊ ഈ പറഞ്ഞതിന് നമുക്ക് രണ്ടു കൂട്ടരും, പോളിയേട്ടൻ പറഞ്ഞ കാര്യവും അത് വചനാനുസൃതം ശരിയാണോ, അതുപോലെ ഡസ്റ്റിൻ പറഞ്ഞതും ശരിയാണോ എന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് തന്നെ ആവശ്യം. അപ്പൊ അതിന് ഈ ബ്രദർ വരുന്നുണ്ടോ? 4-ാം തീയതി വരുന്നുണ്ടോ? എന്താ ബ്രദറെ? 4-ാം തീയതി ബ്രദർ എങ്ങനെ വരുന്നുണ്ടോ? ഞാനത് കഴിഞ്ഞപ്പോ തന്നെ ഓൾറെഡി പിള്ളേനെ വിളിച്ചിരുന്നു. ഞാൻ ആളുടെ സംസാരിച്ചിരുന്നു. അതായത് നമ്മളിപ്പം ഒരു കത്തോലിക്ക ഗ്രൂപ്പിൽ നിന്ന്, ഒരു പ്രയർ ഗ്രൂപ്പിൽ നിന്ന് വചനം പറയാനായിട്ട് വിളിക്കുന്നു. നമ്മളവിടെ വന്നു വചനം പറഞ്ഞു. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓൾറെഡി ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഞാൻ വരുന്നേ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹലോ, കേൾക്കാമോ? പോളേട്ടൻ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു 120 പേര് കൂടുതലുണ്ടാവും. ഞങ്ങളൊരു കത്തോലിക്ക ബേസിൽ കൂടുന്ന ഒരു പ്രയർ ഗ്രൂപ്പാണ്. അപ്പൊ പ്രയർ ആണ്, എല്ലാവരും കത്തോലിക്കരൊക്കെ തന്നെയാണ്. അപ്പൊ പ്രയർ വചനം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ബ്രദർ ഒന്ന് വരാമോ, ഒരു വചനം പറയാമോ, ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പല കത്തോലിക്ക ഗ്രൂപ്പുകളിൽ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്നു, വചനം പറയുന്നു, ഒക്കെ വചനം പറഞ്ഞ് പ്രയർ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അതല്ല, ഇപ്പൊ വിളിക്കുമ്പോ ഇങ്ങനെ പറയണം, ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യത്തില് ഞങ്ങള് സംശയങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് കൗണ്ടർ ചെയ്യും. അപ്പൊ കൗണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. അതിനാണ് പറയുന്നത് ഡിബേറ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങിയല്ല വന്നത് ബ്രദർ. അല്ല, എനിക്കിപ്പോ ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല ഈ വിഷയത്തിൽ. ഡിബേറ്റിന് ഒരുങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന്റെ നെഗറ്റീവ് പഠിച്ചിട്ട് അതിന്റെ പോസിറ്റീവ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്നല്ല, ഏതൊരു വിഷയത്തിലും ജീസസ് വിഷൻ ഒറ്റ രീതിയേ ഉള്ളൂ. ജീസസ് വിഷൻ അന്ധമായ ഒരു കാര്യത്തിന് ഒരു ക്ലാസ്സും ഒരു സംഭവം, അത് നിങ്ങൾ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് അറിയാതെ, നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഒരു സാധനം ഞങ്ങൾ പഠിപ്പിക്കാറില്ല. ഞാൻ അങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ്, ഇതൊരു പ്രയർ ഗ്രൂപ്പ് അല്ല, ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പാണെന്നുള്ള സംഭവം ആ രീതിയിൽ പറഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ അതാണ് ശരിക്കും അതിന്റെ മാന്യത. അദ്ദേഹം ചെയ്യേണ്ടത് അതായിരുന്നു. അന്നേരം അതല്ല ചെയ്തത്. ജീസസ് വിഷനെ ഒരു ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്ന് ഒരാളെ വിളിക്കുമ്പോൾ ഏറ്റവും മിനിമം മാന്യത അതാണ്. അത് പറഞ്ഞു വിളിക്കണം, ഇന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് ആദ്യം പറയും, എന്നിട്ട് അതിനെന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ള സംഭവം മാത്രം പറയത്തുള്ളൂ. അതല്ല ഞാൻ അവിടെ വേറെ രീതിയിൽ പോകത്തു പോലുമില്ല. ആ രീതിയിലേ ഞാൻ പോകുള്ളായിരുന്നു, അതല്ലാതെ ഞാൻ ഒന്നും ഇത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നെ എന്തായാലും സത്യം അറിയണം, മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെടണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ്. അത് മാന്യമായിട്ട് പറയണം. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി. അതാണ് മാന്യത. അതാണ് ഒരു ക്രിസ്തീയ മാന്യത എന്ന് പറയുന്ന സാധനം. അപ്പൊ അതല്ല പുള്ളി ഇത്രയും നാള് പുള്ളി തന്നെ അവിടെ വലിയ വീരവാദം പറഞ്ഞല്ലോ. 120 പേര് പാസ്റ്റർമാരെ കണ്ടു വന്നു, ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. പുള്ളി 120 പാവങ്ങളെ ഇതിപ്പോ എനിക്കറിയാം, നിങ്ങളാ പ്രയർ ഗ്രൂപ്പിൽ നടക്കുന്ന ഇത്രേ ഉള്ളൂ. ബ്രദർ സ്ഥിരം പോകുന്നതാണല്ലോ. പുള്ളി കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എന്നിട്ട് പുള്ളി ഇതുപോലെ ആരെങ്കിലൊക്കെ വിളിച്ചു വരുത്തുന്നു. പുള്ളി വിളിക്കുമ്പോൾ എല്ലാവരും വിളിക്കുന്നത് വചനം പറയാനാണ് വിളിക്കുന്നത്.
അവര് വന്ന് വചനം പറയുന്നു. വചനം പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി കൗണ്ടർ ചെയ്തിട്ട് പോകുന്നു. പുള്ളിയുടെ ഒരു സൈഡ് പുള്ളി ഒരു വണ്ടി ഓടിച്ചു പോകും. അപ്പോ ഈ പറയുന്ന വരുന്നവർക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നുള്ള വരുന്നവർക്ക് മറുപടി നമ്മളെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് വെച്ചാൽ ഇനിയിപ്പോ ബ്രദർ പറഞ്ഞാലും, ഇനി തടിയൻ പോള് പറഞ്ഞാലും, ഇനി വേറൊരു പാസ്റ്റർ പറഞ്ഞാലും, ആര് പറഞ്ഞാലും, എന്നെ സംബന്ധിച്ച് എനിക്ക് റെഫറൻസ് വേണം. അത് ബൈബിളിൽ നിന്നായിരിക്കണം, പ്ലസ് എവിഡൻസും വേണം. എവിഡൻസും റെഫറൻസും ബൈബിളിൽ നിന്നും ഉണ്ടെങ്കിൽ അത് ആ കാര്യം അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലേ? ഇത് രണ്ട് കൈയും പൊക്കി ദൈവമേ ഞാൻ അത് റെഡിയാണ്, ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്താ ഡൗട്ട് ഉള്ളത്? അല്ല, അതിനകത്ത് ഞാൻ പറയാം ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശ്വസിക്കുന്നവന് നിത്യജീവൻ എന്ന് തന്നെയാണ് യോഹന്നാൻ ആ പുസ്തകം ബ്രദർ അന്ന് എടുത്തിരുന്നു 20:31 യോഹന്നാന്റെ സുവിശേഷം 20:31 സുവിശേഷം എഴുതിയതിന്റെ തന്നെ പർപ്പസ്, ലക്ഷ്യം ഇതാണ്: എല്ലാവരും യേശുക്രിസ്തു വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് യോഹന്നാന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലേഖനം നിങ്ങൾ കാണുമ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്നു വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നു. അപ്പൊ വിശ്വസിക്കുന്നവനാണ്, അല്ലാതെ മറ്റേ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമാനുഷ്ഠാനങ്ങൾ വഴിയോ രക്ഷ കിട്ടുകയില്ല ലേഖനം പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം കാണിച്ചു തരിക അല്ല. അത് വിശ്വാസ സംബന്ധമായിട്ടുള്ള, അതായത് രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞത്. പിന്നെ എന്തിനോടുള്ള ബന്ധത്തിലാണ്? അതായത് അതിന്റെ കീഴെ നമ്മൾ വായിച്ചു വരുമ്പോ വളരെ വ്യക്തതയിൽ മനസ്സിലാവും. ഒരാള് വിശക്കുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാതെയോ, അല്ലെങ്കിൽ ഒരാള് തണുപ്പത്ത് അകപ്പാടിലായിട്ടിരിക്കുന്ന സമയത്ത് അവന് വസ്ത്രം പുതയ്ക്കാൻ കൊടുക്കാതെയോ, അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ചെയ്യണം. അത് ആത്മരക്ഷയോടുള്ള ബന്ധത്തിലല്ല. അത് മനസ്സിലായോ? വിശ്വാസിയാണെങ്കിൽ വിശ്വാസികളുടെ പിതാവ് അബ്രഹമാണ്. അബ്രഹാം പ്രവൃത്തികൾ കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം ദൈവനീതിയായി കണക്കിട്ടുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. യാക്കോബ് അബ്രാഹാമിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് ഏത് പ്രവൃത്തിയെ പറയുന്നത്? അബ്രാഹാം ഒരു പ്രവൃത്തി കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്. അബ്രാഹാം പരിച്ഛേദന ചെയ്തത് കൊണ്ടല്ല അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്. അബ്രാഹാം ഒരു വിഗ്രഹ ആരാധകനായിട്ട് വിഗ്രഹത്തെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ആരാധിച്ചു പോന്നിരുന്ന കാലഘട്ടത്തിൽ ദൈവം അവനെ വിളിച്ചപ്പോൾ ആ വിളിച്ച ദൈവം ഈ സത്യദൈവമാണ് എന്ന് അവന് ബോധ്യം വരികയും ആ ദൈവത്തിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം 100% എത്തുന്ന എവിടെയാണ്? വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്ന എവിടെയാണ്? എനിക്ക് ആ ചോദിച്ച് എനിക്ക് മനസ്സിലായില്ല. വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എന്താന്ന് മനസ്സിലായില്ല. ബ്രദറിന് ഒരാളെ വിശ്വാസമാണ് മാനുഷികമായിട്ട്, വെറുതെ മാനുഷികമായിട്ട് നമ്മളൊരു ഉദാഹരണം ചിന്തിക്കുക, ചോദ്യം മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ ബ്രദറിന് ഒരാളെ, ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങളുടെ മകനെ വിശ്വാസമാണ് അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ വിശ്വാസമാണ്, ആ വിശ്വാസം പൂർണ്ണമാകുന്നത് എവിടെയാണ്? വിശ്വാസം പൂർണ്ണമാകുന്നത് മകൻ, ഇപ്പം ഞാൻ പറയുന്നത് മകൻ ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു പൂർണ്ണത വരിക. അതായത് ആ വിശ്വാസം അപ്പൊ പ്രവൃത്തി വരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അല്ല, പക്ഷെ പ്രവൃത്തി വന്നാലും വന്നില്ലെങ്കിലും ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ ഡസ്റ്റിൻ ബ്രദറിനെയും എന്നെയും ദൈവം ലോകസ്ഥാപനത്തിൽ ക്രിസ്തുവിലൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അവസരം തരുന്ന സമയത്ത് ഞാൻ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോ വിളിച്ചു എന്നുള്ളതും എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളതും എനിക്ക് മനസ്സിലായി. നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രവൃത്തിയും വിശ്വാസവുമാണ്, വിളിയും തെരഞ്ഞെടുപ്പും അല്ല നമ്മൾ സംസാരിക്കുന്ന വിഷയം. പ്രവൃത്തിയും ഇതും വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചത് 100% ആ വിശ്വാസം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? പ്രവൃത്തി കൂടിയാണോ പ്രവൃത്തി കൂടാതെയാണോ? അതാണ് എന്റെ ചോദ്യം. പ്രവൃത്തിയുണ്ട്. അപ്പോ വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവൃത്തിയാലാണ്. പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല. യാക്കോബിന്റെ ലേഖനം പറയുന്നു അബ്രഹാമിന്റെ വിശ്വാസം പൂർണ്ണമായത് ഇസ്ഹാക്കിന് ബലി അർപ്പിച്ചപ്പോഴാണ്.
അബ്രഹാത്തിന്റെ വിശ്വാസം പൂർണ്ണമായത് എന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയില്ല. ആര്? യാക്കോബ് അങ്ങനെയാണ് പറയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം പൂർണ്ണമായത്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചപ്പോഴാണോ എന്നുകൂടി ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലി അർപ്പിച്ചത് വഴിയല്ലേ? ബലി അർപ്പിച്ചത് വഴിയല്ലേ? അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ വിശ്വാസ പ്രകാരം അവിടെ കാര്യങ്ങൾ വായിച്ചോ? യാക്കോബിന്റെ ലേഖനം 2:20, 21, 22 വാക്യങ്ങൾ വായിച്ചു. യാക്കോബ് 2:20-21 ഞാൻ വായിക്കാം. ഞാൻ ബൈബിളില്ല എന്റെ കയ്യില്. ഞാൻ വായിച്ചിട്ട് പറയാം കേട്ടോ. വായിച്ചോ ബ്രദർ? വായിച്ചിട്ട് പറഞ്ഞു. ഇല്ല, എന്റെ ബൈബിളില്ല. ഞാൻ വായിച്ചിട്ട് പറയാം കേട്ടോ. മൊബൈലിൽ ബൈബിൾ എടുക്കാമല്ലോ. മൊബൈലിൽ എടുത്തോ. എന്റെ മൊബൈലിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇല്ല. എന്റെ മറ്റേ വാട്സാപ്പുള്ളത് വേറൊരു ഫോണിലാണ്. ഇതിനകത്ത് വാട്സാപ്പ് ഞാൻ നോക്കാറില്ല. ഇതിനകത്ത് അപ്ലോഡ് ചെയ്തല്ല ഈ ഫോണില്. വായിച്ചിട്ട് വിളിച്ചോ. യാക്കോബിന്റെ ലേഖനം 2:20, 21, 22 വാക്യം ഞാനിപ്പോ വേണമെങ്കിൽ വായിച്ചുതരാം. ഇതാണ് നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലി അർപ്പിച്ചത് വഴിയല്ലേ? അപ്പൊ അല്ല, യാഗപീഠത്തിൽ ബലി അർപ്പിച്ചപ്പോഴാണോ നീതീകരിക്കപ്പെട്ടത്? അതെ, അതിനു മുമ്പ് നീതീകരിക്കപ്പെട്ടോ? വചനമാണ് ഞാൻ വായിച്ചത്. അല്ല, അപ്പോൾ പിന്നെ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തില് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞെന്താ? ഉൽപ്പത്തി പുസ്തകമല്ലേ? അപ്പൊ ഇതെന്താ പറയുന്നത്? അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അതെന്താ പറയുന്നത്? പുതിയ യാക്കോബിന്റെ ലേഖനം ഒരു അല്ല, അപ്പൊ യാക്കോബിന്റെ ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചപ്പോഴല്ലേ നീതീകരിക്കപ്പെട്ടത് എന്ന് യാക്കോബ് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നീതിയായി കണക്കിട്ടത് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ തന്നെ അബ്രഹാം വിശ്വസിച്ചപ്പോഴല്ലേ? ഇത് കഴിഞ്ഞിട്ടാണ്, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിശ്വസിച്ചത് വഴിയാണെന്നുള്ളതാണ് ബ്രദറിന്റെ വാദം. ഓക്കെ, വിശ്വസിച്ച വഴി. ഞാൻ വിശ്വസിച്ചത് വഴി അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വിശ്വാസം പൂർണ്ണമാകുന്നത് തന്നെ പ്രവൃത്തിയിലൂടെയാണെന്നുള്ളതാണ് ദൈവത്തിന്റെ വാദം. ദൈവവചനത്തിന്റെ സ്റ്റാൻഡ് അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വിശ്വസിച്ചത് വഴിയല്ല. ഒന്നുകിൽ അപ്പുറത്ത്, അല്ലെങ്കിൽ ഇപ്പുറത്ത്, അല്ലെങ്കിൽ നടുക്ക്, അല്ലേ? ഇത് മൂന്നല്ലേ പോകത്തുള്ളൂ. അതെ, ആ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണോ നീതീകരണം നടന്നത് എന്നാണ് എന്റെ ഒരു ചോദ്യം സാർ. ദൈവവചനം നിങ്ങൾ വായിക്കൂ, എന്നിട്ട് ബ്രദർ അഭിപ്രായം പറയൂ. എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? ഇവിടെ യാക്കോബ് ലേഖനം പറയുന്നത് നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലി അർപ്പിച്ചത് വഴിയല്ലേ എന്നാ ചോദിക്കുന്നത്. എന്നിട്ട് താഴെ പറയാണ് അവന്റെ വിശ്വാസം അവന്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ വിശ്വാസം എപ്പോഴാ പൂർത്തീകരിച്ച് പൂർണ്ണമാക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയാലാണെന്നാണ് യാക്കോബ് പറയുന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ അത് യാക്കോബിനോട് ചോദിക്കണം. എനിക്കറിയില്ല. ഞാൻ ഇതിനകത്തൊരു സ്റ്റാൻഡ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ വിശ്വാസം ഞാൻ കൃത്യമായിട്ട് അവിടെ സംസാരിച്ചിരുന്നു. ഒരു വ്യക്തിയുടെ പ്രവർത്തികളാലാണ് അവന്റെ വിശ്വാസം പൂർണ്ണമാക്കപ്പെട്ടത്. യേശു തന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാൻ പറഞ്ഞാൽ അത് ഭക്ഷിക്കുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നുള്ളൂ. അല്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. പോളേട്ടൻ പറഞ്ഞത് പുള്ളി കൊന്നിട്ട് തിന്നണ കഥയുണ്ട്. അതിന് ക്രിസ്തുവിന്റെ വചനമായിട്ട് സമാനപ്പെടാൻ എനിക്കറിയില്ല. എനിക്കറിയാമെങ്കിൽ ഞാനത് ചെയ്യും. കാരണം ആ വൃത്തിയായിട്ട പണി എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ പുള്ളി പറയുന്ന ആ കഥയും സംഭവങ്ങളും അല്ലെങ്കിൽ ഈ വിഷയവും കൃത്യമായിട്ട് ദൈവവചനം പറയുന്നു, അത് പൂർണ്ണമാക്കപ്പെടണം വിശ്വാസം. അപ്പൊ കർത്താവ് പറഞ്ഞു തന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, 99% ഞാൻ ചെയ്യാം. ഈ പറഞ്ഞ പ്രവൃത്തി എനിക്ക് പറ്റില്ല കർത്താവേന്ന് അബ്രഹാം പറഞ്ഞെങ്കിൽ അബ്രഹാം നീതീകരിക്കപ്പെടുമോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അത് ബ്രദറിന്റെ മനസാക്ഷിക്ക് ഞാൻ വിടുകയാണ്. എന്നിട്ട് യാക്കോബിന്റെ ലേഖനം 2:20, 21, 22 എടുത്ത് വായിച്ചു നോക്കുക ബ്രദറെ. ദൈവവചനം യാക്കോബ് പറഞ്ഞ കാര്യമാണ്. ഇനി യാക്കോബിനെ തള്ളുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. യാക്കോബ് ലേഖനം എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, അത് യഹൂദന്മാർക്ക് മാത്രം എഴുതിയതാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം തീർന്നു. അല്ല, അങ്ങനെ എനിക്ക് പിന്നെ തുറക്കില്ല. മാറ്റി നിർത്താനെങ്കിൽ പിന്നെ ബൈബിളിന്റെ കൂട്ടത്തിൽ ചേർത്ത് തരേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ തള്ളുന്നവരുണ്ടെന്ന്. അപ്പൊ ആ തള്ളുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ എനിക്ക് പിന്നെ തർക്കമില്ലെന്ന്. ഞാനവിടെ തർക്കം നിർത്തി. കാരണം പിന്നെ ഞാൻ സംസാരിക്കുന്നത് ക്രിസ്ത്യാനികളോടല്ല,
പറഞ്ഞു മനസ്സിലായോ? ആ എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി പിന്നെ ക്രിസ്ത്യാനിയല്ല. അപ്പൊ പിന്നെ എനിക്ക് അതിനകത്ത് വേറെ തർക്കമില്ല. നമ്മൾ ലീവ് ചെയ്യും അവിടുന്ന്. കാരണം പിന്നെയുള്ള തർക്കം നിങ്ങളുടെയാണ്, നിങ്ങൾ തീർത്തോളം. നമ്മള് തർക്കമല്ല ഇതിനകത്തൊരു കാര്യം. നമ്മൾ എന്താണ് അറിയേണ്ടത്? 100% സത്യം ആ 100% എന്ന് പറയുന്ന സാധനം വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തെ കുറിച്ച് യാക്കോബ് പറഞ്ഞു, നിന്റെ വിശ്വാസം പൂർണ്ണമാക്കപ്പെടണമെങ്കിൽ വിശ്വാസം പ്രവർത്തികളാലേ പൂർണ്ണമാക്കപ്പെടത്തുള്ളൂ. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം ആവുന്നത്. അതാ ഞാൻ നേരത്തെ ബ്രദർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ മകനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവൻ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് അവന് വിശ്വാസം ആവുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് ഞാനല്ലത് പറഞ്ഞു, ബ്രദറാണല്ലോ പറഞ്ഞല്ലേ. ഞാൻ എന്റെ സ്റ്റാൻഡ് അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ബ്രദറിന്റെ സ്റ്റാൻഡാ ചോദിച്ചത്. എന്താണ് ബ്രദറിന്റെ മകനോടുള്ള വിശ്വാസത്തിന്റെ സ്റ്റാൻഡ്? അപ്പൊ ഇതേ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് വേറെ തർക്കിക്കാനില്ല. എന്റെ കാര്യത്തിൽ അത് തന്നെ ഞാനും പറയുന്നുള്ളൂ. ദൈവവും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, ഞാൻ എന്റെ മകനെ വിശ്വസിക്കുന്ന പോലെ അല്ല ദൈവം ഒരാളെ വിശ്വസിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുകയും നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം എങ്ങനെയാ? നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം എന്താ? അവിടെ നിങ്ങോട്ടുള്ളത് വിട്ടോ. ഇനി പറയാൻ പറ്റുന്നത് എന്നാന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തത്. കാരണം അത്രയും സമയം കളയാൻ എനിക്കില്ല. ബ്രദർ ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം തെരഞ്ഞെടുപ്പും അതാണ് ഞാൻ നേരത്തെ ബ്ലോക്ക് ചെയ്തത്. തെരഞ്ഞെടുപ്പും വിളിയും അതല്ല നമ്മുടെ വിഷയം. അല്ല, തെരഞ്ഞെടുപ്പും വിളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ലോ. അല്ലെന്ന്, അത് ദൈവവചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്കതിനകത്ത് തർക്കമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലല്ല അത്. അപ്പൊ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ താല്പര്യമില്ല. വിഷയത്തിൽ നിന്ന് മാറണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ മകനെ വിശ്വസിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചു വിട്ടോ. ഇവിടുന്ന് ദൈവത്തിലേക്കുള്ള വിശ്വാസം എടുത്തോ. അവിടെ നിങ്ങോട്ടുള്ളത് വിടാം, ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. എനിക്ക് എന്റെ ദൈവമായിട്ടുള്ള വിശ്വാസം എന്താണ്? ദൈവം പറഞ്ഞ കാര്യം ഞാൻ പ്രവർത്തിക്കുന്നതാണോ വിശ്വാസം? ദൈവം പറഞ്ഞ കാര്യം അങ്ങനെ. അതായത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. പുത്രനിൽ വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്താണ് പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആദ്യം പുത്രൻ ദൈവമാണെന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവിനെ പോലെ തന്നെ. തീർച്ചയായിട്ടും പുത്രൻ പറഞ്ഞത് വിശ്വസിക്കേണ്ടത്, പുത്രൻ പറഞ്ഞത് ചെയ്യണം. അപ്പൊ യേശുവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കണ്ടേ? അവിടെയാണ് യേശുവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ നമുക്ക് സംസാരിക്കാൻ ആ വിഷയം. അതും ഒരു ക്ലാരിറ്റി വേണം. ഇപ്പൊ അന്ന് യേശുവിന്റെ ചുറ്റും ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും. ഇത് കേട്ട വഴി തന്നെ എത്ര പേര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ 12 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇത് കേട്ട മാത്രയിൽ പോയി. എന്തുകൊണ്ട് പോയി? ഒരു മിനിറ്റ്, എന്തുകൊണ്ട് പോയി നമുക്ക് ചിന്തിക്കാം. ഈ കേട്ട മാത്രയിൽ പോയി കഴിഞ്ഞതിന് ശേഷം 12 പേര് മാത്രമായിട്ട് ശേഷിച്ചിരിക്കുമ്പോൾ കർത്താവ് അവരോട് യഥാർത്ഥ സത്യം തുറന്നു പറയാണ്. സത്യത്തിൽ അവർ പോകാൻ വേണ്ടി മാത്രം ഇതേപോലെയുള്ള ഒരു സംഭവങ്ങൾ വിവരിക്കുകയും അത് പറഞ്ഞ മാത്രം പോകാനുള്ളവർ പോവുകയും പോയി കഴിഞ്ഞപ്പോൾ 12 പേര് മാത്രമായിട്ട് ശേഷിച്ചപ്പോൾ യഥാർത്ഥ സത്യം 12 പേരോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കാൻ, ഇനി നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ എവിടെ പോകും? അല്ല, നിത്യജീവന്റെ വചസ്സുകൾ. ബ്രദറിന്റെ ആശയം എനിക്കത് വചനം വെച്ച് പറഞ്ഞല്ലോ, ഞാനത് സറണ്ടർ ആവും. അത് എവിടെയാണെന്നാണോ പറയണ്ടേ? അല്ലല്ല, ഏതൊക്കെ വാക്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ആശയം പറഞ്ഞത്? ഞാൻ 6-ാമത്തെ അധ്യായം തന്നെ, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. അപ്പൊ ഞാനേ പുസ്തകം എടുത്തിട്ട് നമുക്ക് ബ്രദർ എപ്പോഴും ഫ്രീ ആവുന്ന ചെയ്യേണ്ടതായിരുന്നു. ബ്രദറിനെ എന്നെ വിളിക്കുമ്പോൾ അറിയാലോ, സംസാരിക്കുന്നത് എന്നോടാണ്. ഞാൻ വരുന്നത് വചനം സംസാരിക്കാനാണ്. ബ്രദർ ഇപ്പൊ പറഞ്ഞത് ആദ്യം പറഞ്ഞു അവരെല്ലാവരും പിണങ്ങിപ്പോയി, 12 പേരൊഴികെ ബാക്കിയുള്ളവർ പിണങ്ങിപ്പോയി. ഓക്കെ, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പിണങ്ങിപ്പോയി? അത് ബ്രദർ പറഞ്ഞില്ല. എന്തുകൊണ്ട് പിണങ്ങിപ്പോയി അത് പറയും. എന്തുകൊണ്ട് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല? യേശുക്രിസ്തുവിന്റെ ഈ പച്ച ശരീരവും രക്തവും അവർ നമുക്ക് ഇതെങ്ങനെ നമ്മൾ ഭക്ഷിക്കണേ? അവർ സാമാന്യ ബുദ്ധിക്ക് അവർ ചിന്തിക്കുമ്പോൾ, സാമാന്യ ബുദ്ധിക്ക് അവരുടെ ചിന്തയിൽ വെച്ചിട്ട് ഇതിന്റെ ഓർഡർ എന്താണെന്ന് ഞാനവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ബ്രദർ എന്റെ ക്ലാസ് ശ്രദ്ധിച്ചോ? ഏതിന്റെ ഓർഡർ? ഈ എന്താണ് അവിടെ നടന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നടന്ന കാര്യം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർഡർ വൈസ് ഞാനവിടെ പറഞ്ഞിരുന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതല്ലേ കാരണം? വേറെ എന്തെങ്കിലും കാരണമായിരുന്നു? എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഓർഡർ ബേസിൽ കൃത്യമായിട്ട് പറഞ്ഞു. ബ്രദറെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചെങ്കിൽ ബ്രദറിന് അതിനുള്ള ഉത്തരം അതിനകത്തുണ്ടായിരുന്നു. ഇല്ല, ഞാനത് കേട്ടോളാം ബ്രദർ. ബ്രദർ ഇപ്പൊ ബ്ലൈൻഡഡ് ആയിട്ട് എന്ത് പറഞ്ഞു എന്നോട്? ബ്രദർ പോളേട്ടൻ പഠിപ്പിച്ച കഥ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഡിബേറ്റ് എന്ന് പറയുന്ന സാധനത്ത് ആദ്യമായിട്ട് തുടങ്ങിയതല്ല. അപ്പോസ്തലനായ പൗലോസ് സിനഗോഗുകളിൽ പോയിരുന്ന് ഡിബേറ്റ് ചെയ്ത ആളാണ്. ജെറുസലേം ദേവാലയത്തിന്റെ അകത്തും ഡിബേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. അതൊന്നും മുൻകൂർ പ്ലാൻ ചെയ്തിട്ടാണോ ഈ പൗലോസ് അപ്പോസ്തലൻ ഡിബേറ്റ്? ഒരു വീട് പ്ലാനിംഗ് അല്ല, ഒരു വീട് സ്വന്തമായി ചെലവിൽ വാടകയ്ക്ക് എടുത്ത് ഡിബേറ്റിന് വേണ്ടി തന്നെ 3 വർഷം അദ്ദേഹം ഡിബേറ്റ് നടത്തിയ ആളാണ്. ഇന്ന് എന്തേ പലരും ഡിബേറ്റ് നടത്തുന്നു പറയുമ്പോൾ എന്തേ ഓടിപ്പോണേ? എനിക്കറിയാമുള്ള അവർക്ക് പല ആളുകളും ഡിബേറ്റിന് ഞാൻ പറഞ്ഞത് ഞാൻ ഡിബേറ്റിന് വരാം, ഞാൻ വിളിക്കുന്നവർക്ക് നിങ്ങൾ വന്നോ, നമുക്ക് ഒരുമിച്ച് ഡിബേറ്റ് ചെയ്യാം, ഞങ്ങൾ തയ്യാറാണല്ലോ. പക്ഷെ അത് ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം, അതാണ് മാന്യത. ഒരു പ്രയർ കൂട്ടായ്മയില് വചനം പറയാൻ വിളിക്കുമ്പോ ഇപ്പൊ പോളേട്ടന്റെ വോയിസ് എന്റെ റെക്കോർഡ് കിടക്കുന്നുണ്ട്. അല്ല, വചനം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സാധനം മുഴുവൻ റെക്കോർഡാണ്. ഈ പോളേട്ടൻ പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോ തുടങ്ങിയുള്ള സാധനം എന്റെ ഫോണിൽ റെക്കോർഡ് കിടക്കുന്നുണ്ട്. പോളേട്ടൻ ഒരു വാക്ക് പറയാം, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വളരെ കൃത്യമായിട്ട് ഞാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നു. ഞാൻ അതിന്റെ ഓർഡർ പറഞ്ഞു. ഇപ്പൊ ബ്രദർ എന്നെ വിളിച്ചിട്ട് ആ ഓർഡർ നിങ്ങൾ കേട്ടിട്ടാണ് സംശയം തോന്നിയെന്നാണ് തുടക്കം പറഞ്ഞത് എന്റെ അടുത്ത്. അല്ലെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നി, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, പിന്നെ എന്ത് സംശയം തോന്നാൻ അതിനകത്ത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. മുൻധാരണ വെച്ച് അന്ധമായി കണ്ണുകൾ അടച്ചവിടെ ഇരുന്നവരാണ് നിങ്ങൾ എല്ലാവരും. ഞാൻ എത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഒറ്റ കാര്യമുള്ളൂ, ഒന്നെങ്കിൽ പോളേട്ടൻ ഞാൻ വിളിക്കുന്നിടത്ത് വരാം, ഒരുമിച്ച് സംസാരിക്കാം, യൂട്യൂബിൽ ചർച്ച ചെയ്യാം, ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് ഡിബേറ്റ് ചെയ്യാം. നിങ്ങളുടെ 120 പേരോ 150 പേരോ എത്ര പേരാണെങ്കിലും വരാം, ഒരുമിച്ചിരുന്ന് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാം. അത് മാന്യമായിട്ട് സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. പുള്ളിക്ക് എന്ത് കഥയും പറയാം. ആൾക്ക് കൊടുക്കുന്ന സമയം കൃത്യമായിട്ടൊരു സമയം കൊടുക്കും. ഇത്ര സമയം എനിക്ക്, അതിന് കൃത്യമായിട്ടൊരു മോഡറേറ്റർ ഉണ്ടാവും. ആ രീതിയിൽ കാര്യങ്ങൾ പോകാൻ ഞാൻ റെഡിയാണ്, ഒരു തടസ്സമില്ല. അതല്ലാതെ വേറൊരു കാര്യം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് പബ്ലിക്കായിട്ട്, അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ ലൈവും പോകും. കൃത്യമായിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങൾ കൗണ്ടർ ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഞാൻ എടുത്ത ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഈ വിഷയമൊക്കെ യൂട്യൂബിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടെടുത്ത ക്ലാസ് അല്ല, അത് കഴിഞ്ഞ ആ ക്ലാസ് തന്നെ, സെയിം ക്ലാസ് തന്നെ വേറെ നമ്മൾ, ഇത് ഓൾറെഡി പല യൂട്യൂബ് ക്ലാസ്സുകളിലായിട്ട് ഇത് കിടക്കുന്ന വിഷയമാണത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഞാൻ എടുത്ത വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രദർ അതിനകത്ത് കയറി നോക്കിയാൽ മതി. അപ്പൊ യൂട്യൂബിൽ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെയും കിടക്കുന്നുണ്ട്. അവിടെയും വേണമെന്നുണ്ടെങ്കിൽ ബ്രദർ നോക്കിയിട്ട് പിന്നെ സംശയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സംശയം നമുക്ക് ഇങ്ങനെ തീർക്കാം. പിന്നെ ഇപ്പൊ ബ്രദർ ചോദിച്ച സംശയം ഉണ്ടല്ലോ ഇപ്പൊ യാക്കോബിന്റെ ലേഖനത്തില്, അപ്പൊ ഈ കോള് റെക്കോർഡാ. അപ്പൊ ഈ റെക്കോർഡായിട്ടുള്ള സാധനവും വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. അപ്പൊ യോർദാനാപുരത്തുനിന്ന് ഇന്നൊരു സഹോദരനാണ് ഈ സംശയം ചോദിച്ചത്, ബ്രദറിന്റെ സൗണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം. ആയിക്കോട്ടെ ബ്രദർ, എന്നാ ശരി, താങ്ക് യു.